വെൽക്കം ബാക്ക് ടു എജ്യൂപോർട്ട്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന +2 ജോഗ്രഫിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. എന്തായാലും നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് 3 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക്സുകളാണ്. മാത്രമല്ല എന്തായാലും എക്സാമിന് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ മക്കളെ, നമ്മുടെ എജ്യൂപോർട്ടിന്റെ ക്രാഷ് ബാച്ച് ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ കമന്റ് ബോക്സിന്റെ മുകളിൽ നമ്മുടെ ലിങ്ക് കാണാൻ പറ്റും ഗൂഗിൾ ഫോമിന്റെ. ജസ്റ്റ് അന്ന് കേട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഫില്ല് ചെയ്യുക. ദെൻ നമ്മൾ ആദ്യം ഫില്ല് ചെയ്യുന്ന അല്ലെങ്കിൽ ആദ്യം ജോയിൻ ചെയ്യുന്ന 1000 സ്റ്റുഡൻസിനാണ് എജ്യൂപോർട്ടിന്റെ ക്രാഷ് ബാച്ചിൽ 1799 രൂപക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഡെയിലി ഒരു നൈറ്റ് റിവിഷൻ ലൈവ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ദെൻ റെക്കോർഡ് ക്ലാസ്, അതുപോലെ ഡൗട്ട് ക്ലിയറൻസും പേഴ്സണൽ മെന്റർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ സെറ്റ് ആണല്ലോ? ഓക്കെ ആണല്ലോ? എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് നോക്കാം, പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. First one is the major characteristics of modern large scale manufacturing. ആധുനിക വൻകിട ഉൽപാദന പ്രധാന സവിശേഷതകൾ എന്താണ്? ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് എപ്പോഴും നമുക്കൊരു ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതിലൊന്നാണ് സ്പെഷ്യലൈസേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ, മെക്കനൈസേഷൻ ആൻഡ് ഓട്ടോമേഷൻ. നമുക്ക് അതേപോലെ സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊഡക്ഷന്, ലാർജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അതിന്റെ ഫീച്ചേഴ്സ് ആണ് കേട്ടോ. അടുത്തതൊരു ഫുഡ് ലോസ് ഇൻഡസ്ട്രി. നമുക്ക് 2 മാർക്കിനൊക്കെ ചോദിച്ച് കാണാറുണ്ട്. എന്താണ് സ്വതന്ത്ര വ്യവസായങ്ങൾ എന്നുള്ളത്? അറിയാലോ അല്ലെ? സ്വതന്ത്ര വ്യവസായങ്ങൾ വ്യത്യസ്തമായ അനേകം പ്രദേശങ്ങളിൽ നമുക്ക് സ്ഥാപിക്കാൻ പറ്റും. ഈ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വിഭവങ്ങൾ എല്ലായിടത്തും എന്താണ്? ലഭ്യമാണ്. ചെറിയ അളവിൽ മാത്രം അത് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. തൊഴിലാളികളുടെ എണ്ണം എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. സ്വതന്ത്ര വ്യവസായങ്ങൾ പൊതുവെ മലിനീകരണങ്ങൾ സൃഷ്ടിക്കാറില്ല. ഇത്തരം വ്യവസായങ്ങൾക്ക് റോഡ് ഗതാഗത ശൃംഖല എന്താണ്? വളരെ അത്യാവശ്യമാണ്. അടുത്തതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ. അറിയാലോ, ആശയവിനിമയം അല്ലെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ദൂരങ്ങളിലുള്ള ആളുകളുമായി നിമിഷ നേരത്തിൽ ബന്ധപ്പെടാൻ സഹായിക്കുന്നതിനാൽ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് എന്നിവ തമ്മിൽ വളരെ ബന്ധം ഇത് ശക്തമാക്കുന്നുണ്ട്. രണ്ടാമത്തെ പറയുന്നത് സാമ്പത്തിക വളർച്ചയ്ക്ക് ഇത് സഹായിക്കുന്നുണ്ട്. ഓക്കെ, വ്യാപാരമായിക്കോട്ടെ, ഇ കൊമേഴ്സ്, ബാങ്കിങ്, ബിസിനസ് പ്രവർത്തനങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തി രാജ്യത്തിന്റെ ഉൽപാദനക്ഷമതയും സാമ്പത്തിക വളർച്ചയും അത് ബന്ധിപ്പിക്കുന്നുണ്ട്. അടുത്ത, ആവശ്യ സേവനങ്ങളുടെ ലഭ്യത അല്ലെ മെച്ചപ്പെടുത്തുന്നുണ്ട്. അടുത്ത ടോപ്പിക്കാണ് ഡിജിറ്റൽ ഡിവൈഡ്. ഓക്കെ, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അറിയാലോ എന്താണ് ഡിജിറ്റൽ ഡിവൈഡ്? ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിലോട്ടുള്ള പ്രവേശനമുള്ളവരും, ഇപ്പൊ ഈ കമ്പ്യൂട്ടർ, മൊബൈൽ ഫോണും ഇന്റർനെറ്റൊക്കെ യൂസ് ചെയ്യാൻ അറിയുന്നവരും അത് അറിയാത്തവരും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പാണ്, ആ ഒരു വ്യത്യാസമാണ് എന്ത്? ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത്. അടുത്ത, അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റർനെറ്റ് അല്ലെ, ഇന്റർനെറ്റിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആക്സസ് ടു ഇൻഫോർമേഷൻ. നമുക്ക് ഇന്റർനെറ്റിൽ ഒരുപാട് ഏതൊരു വിഷയത്തെ കുറിച്ചും നമുക്ക് വിവരങ്ങൾ ഇന്റർനെറ്റിലൂടെ ഉടൻ നമുക്ക് ലഭിക്കാറുണ്ട്. അടുത്ത, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് അല്ലെ, ഇപ്പൊ ഇമെയില്, സോഷ്യൽ മീഡിയ, വീഡിയോ കോളുകള്, മെസ്സേജിങ് തുടങ്ങിയ മുഖാന്തരം വേഗത്തിലും എളുപ്പത്തിലുമുള്ള ആശയവിനിമയം അത് സാധ്യമാക്കാറുണ്ട്. അടുത്ത, ഇമ്പോർട്ടൻസ് ഓഫ് റെയിൻ വാട്ടർ വേസ് ആൻഡ് മിസിസിപ്പി വാട്ടർ വേസ് ആണ് അല്ലെ. ഇത് ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് കാണുന്നത്. റെയിൻ വാട്ടർ വേസ് നോക്കാം. യൂറോപ്പിലെ ഏറ്റവും തിരക്കേറിയ ജലഗതാഗത മാർഗങ്ങളിൽ ഒന്നാണ് റെയിൻ വാട്ടർ വേ. സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി, നെതർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രധാന വ്യവസായ മേഖലകളെ നോർത്ത് സീയുമായി ബന്ധിപ്പിച്ച് കൽക്കരി, ഇരുമ്പ് യന്ത്രങ്ങൾ പോലുള്ള ഭാരം കൂടിയ ചരക്കുകൾ കുറഞ്ഞ ചെലവിൽ ഗതാഗതപ്പെടുത്താൻ ഇത് സഹായിക്കാറുണ്ട്. അടുത്തത് മിസിസിപ്പി വാട്ടർ വേസ് ആണ്. ഓക്കെ,
അമേരിക്കയുടെ ഒരു പ്രധാന ഇൻലാൻഡ് ഗതാഗത പാതയാണിത്. ഗോതമ്പ്, മൈസ്, സോയാബീൻ പോലുള്ള കൃഷി ഉൽപ്പന്നങ്ങളെ രാജ്യത്തിന്റെ ആന്തരിക പ്രദേശങ്ങളിൽ നിന്ന് അന്താരാഷ്ട്ര വിപണിയിലോട്ട് എത്തിക്കുവാനും നദീതീരത്തുള്ള പ്രധാന വ്യവസായങ്ങളുടെ വളർച്ചയ്ക്കും ഇത് വലിയ പിന്തുണ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുവിധ ജലപാതകളും വ്യാപാരത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും എന്നതാണ് നിർണായക ഘടകമാണ്. അടുത്ത ബാലൻസ് ഓഫ് ട്രേഡ് ആണ് അല്ലെ. എന്താണ് ബാലൻസ് ഓഫ് ട്രേഡ്? ഇത്രയേ ഉള്ളൂ. ഒരു രാജ്യത്തിന്റെ സാധനങ്ങളുടെയും കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും മൂല്യത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് എന്ത്? ബാലൻസ് ഓഫ് ട്രേഡ്. ഇപ്പോൾ രാജ്യത്ത് കയറ്റുമതി കൂടുതലാണെങ്കിൽ അവിടെ ഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് ആയിരിക്കും. എന്നാൽ അവിടെ ഇറക്കുമതിയാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ അത് അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു ബാലൻസ് ഓഫ് ട്രേഡ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അടുത്തത് ദ ഫീച്ചേഴ്സ് ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. WTOന്റെ ഫീച്ചേഴ്സ് ആണ്. ഇതെന്തൊരു ആഗോള വ്യാപാര സംഘടനയാണ്. സ്വതന്ത്ര വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വ്യാപാര തർക്കങ്ങൾ സമാന്തരമായി പരിഹരിക്കുന്നുണ്ട്. സമത്വ ചികിത്സ, വ്യാപാര നയം നിരീക്ഷണം, അതുപോലെ വികസന രാഷ്ട്രങ്ങൾക്കുള്ള പിന്തുണകളൊക്കെ ഇത് ലഭിക്കുന്നുണ്ട്. അടുത്തത് ഡിഫൈൻ വാട്ടർ പൊല്യൂഷൻ. ഇടയ്ക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. മെൻഷൻ എനി 2 മേജർ കോസസ് ഓഫ് ദി വാട്ടർ പൊല്യൂഷൻ. എന്താണ് വാട്ടർ പൊല്യൂഷൻ? ജല മലിനീകരണം എന്ന് പറയുമ്പോൾ നദി, തടാകം, കടൽ, ഭൂഗർഭജലം തുടങ്ങിയ ജലാശയങ്ങളിൽ ഹാനികരമായ വസ്തുക്കൾ ചേർന്ന് ജല ഉപയോഗശൂന്യമല്ലാതാകുന്ന അവസ്ഥയാണ് ജലമലിനീകരണം. അതിന്റെ മെയിൻ റീസൺ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് അല്ലെങ്കിൽ മലിനജലം, ഗൃഹ മാലിന്യങ്ങളൊക്കെ റീസൺ ആണ്. അടുത്ത് അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ അല്ലെ. എന്താണ്? ഏറ്റവും കുറഞ്ഞതും ചിലവേറിയതുമായിട്ടുള്ള ഗതാഗത മാർഗമാണ്. ഭാരം കൂടിയ ചരക്കുകൾക്ക് എന്താണ്? അനുയോജ്യമാണ്. ഇക്കോണമിക്കലി ഫ്രണ്ട്ലി ആണ്. സേഫ് ആൻഡ് റിലയബിൾ ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. അടുത്തത് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണല്ലേ. അറിയാലോ, ലാൻഡ്, വാട്ടർ, എയർ. ലാൻഡ് നമ്മൾ റോഡ്, റെയിൽവേ, പൈപ്പ് ലൈൻ. വാട്ടറിൽ ഇൻലാൻഡ്, സീവേ ആൻഡ് ഓഷ്യാനിക് റൂട്ട്. എയറിൽ നാഷണൽ, ഇന്റർനാഷണൽ. ഡിഫൈൻ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. ജനസാന്ദ്രതയെ നിർവചിക്കുക. എന്താണ് മക്കളെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ? ഇത്രയേ ഉള്ളൂ. ഓരോ യൂണിറ്റ് ഭൂമിക്കും അതിൽ വസിക്കുന്ന ആളുകളെ സഹായിക്കാനുള്ള പരിമിതമായ ശേഷിയുണ്ട്. അതിനാൽ ആളുകളുടെ എണ്ണവും ഭൂമിയുടെ വലിപ്പവും തമ്മിലുള്ള അനുപാതം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു പ്രദേശത്തിന്റെ ജനസംഖ്യയെ സ്ഥലത്തിന്റെ വിസ്തീർണം കൊണ്ട് ഹരിച്ച് നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ ഡെൻസിറ്റി നമുക്ക് ലഭിക്കും. അടുത്തത് അപ്രോച്ചസ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ്. മാനവ വികസനത്തിന്റെ സമീപനങ്ങൾ അറിയാലോ. ഇൻകം അപ്രോച്ച് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. വെൽഫെയർ അപ്രോച്ച്, മിനിമം നീഡ്സ് അപ്രോച്ച്, കാപ്പബിലിറ്റി അപ്രോച്ച്. എപ്പോഴും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതുപോലെ വാട്ട് ഈസ് ട്രാൻസ് ഹ്യൂമൻസ്? ഓക്കെ, അതും ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഐഡന്റിഫൈ for different types of rural settlement in India and explain any 3 in details. ഏതൊക്കെയാണ് അറിയാലോ? ക്ലസ്റ്റേർഡ്, സെമി ക്ലസ്റ്റേർഡ് ആൻഡ് ഹാംലെറ്റഡ്, ഐസൊലേറ്റഡ്. ഒക്കെ എന്തോരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പഠിക്കുക. എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ലൈവിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? ലൈവിൽ കൃത്യസമയത്ത് ജോയിൻ ചെയ്യുക. ഐഡന്റിഫൈ ദ 2 മെയിൻ ഫൈബർ ക്രോപ്സ്. ഏതൊക്കെയാണ് 2 പ്രധാനപ്പെട്ട നാരുവിളകൾ? ഒന്ന് കോട്ടൺ അല്ലെ, മറ്റൊന്ന് ജൂട്ട്. ഇറ്റ് ഈസ് എ ഖാരിഫ് സീസണിൽ കൃഷി ചെയ്യുന്ന ഒരു ഉഷ്ണമേഖല വിളയാണ് പരുത്തി. അർദ്ധവരണ്ട പ്രദേശങ്ങളിലാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യം. ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കപ്പെട്ടപ്പോൾ പരുത്തി കൃഷിയുടെ ഭൂരിഭാഗം ഇന്ത്യക്ക് നഷ്ടപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ കൂടുതൽ ഭൂമി പരുത്തി കൃഷി കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പരുത്തിയിൽ 2 ഇനങ്ങളുണ്ട്. ഒന്ന് ഇന്ത്യൻ പരുത്തിയും മറ്റൊന്ന് അമേരിക്കൻ പരുത്തിയും. ഇന്ത്യൻ പരുത്തി ഹ്രസ്വപ്രധാനമാണ്. അതേസമയം അമേരിക്കൻ പരുത്തി നീളമുള്ളതും. വടക്കേ ഇന്ത്യയിൽ അമേരിക്കൻ പരുത്തിയെ നർമ്മ എന്ന പേരിലാണ് വിളിക്കുന്നത്.
പൂവിടുമ്പോൾ പരുത്തിക്ക് വളരെ വ്യക്തമായ ആകാശം ആവശ്യമാണ്. ഇരുണ്ട മേഘാവൃതമായ ആകാശം പൂവിടാൻ അത് സഹായിക്കില്ല. അടുത്തതാണ് ജൂട്ട്. ഓക്കെ, ജൂട്ട് നാടൻ തുണി, ബാഗ്, ചാക്ക് തുടങ്ങിയ നിർമ്മാണത്തിൽ നാം ചണനാരുകൾ ഉപയോഗിക്കാറുണ്ട്. പശ്ചിമ ബംഗാൾ ഇതൊരു നാണ്യവിളയാണ്. ബംഗ്ലാദേശ് രൂപീകൃതമായപ്പോൾ ഇന്ത്യക്ക് വലിയ തോതിൽ ചണം കൃഷി പ്രദേശങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ ലോകത്തിലെ ചണ ഉൽപാദനത്തിൽ 5/3 ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൽ 4/3 പശ്ചിമ ബംഗാളിൽ നിന്നാണ് ജൂട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ബീഹാറിലും അസമിലും ചണം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ചണം കൃഷി ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ജോഗ്രഫിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക്സ്. ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത്. അപ്പോൾ നമ്മുടെ ക്രാഷ് ബാച്ച് ഒരിക്കൽ കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യം ജോയിൻ ചെയ്യുന്ന 1000 സ്റ്റുഡൻസിനാണ് 1390 രൂപയുടെ നമ്മുടെ ഈ ഓഫർ ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.